ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാർവണ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ചെയ്യുന്നത് ഒരു ഗാർഡൻ ടൂറാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് സെയിൽസ് ഉണ്ട് കേട്ടോ, പ്ലാന്റ്സിൻ്റെ സെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് വാട്സപ്പിൽ കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്യാം. പിന്നെ ഇന്ന് ഗാർഡൻ ടൂർ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീടാണ്. എൻ്റെ വീടിൻ്റെ കുറച്ച് ദൂരെ മാത്രമുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ കുറേ നാളുകളായി അവിടുത്തെ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് വീട്ടിൽ വന്ന് ചെടികൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൺലൈൻ സെയിലാണെങ്കിലും നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരൊക്കെ എൻ്റെ കയ്യിൽ വന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ ചെടി, തൊട്ടടുത്തുള്ളവരൊക്കെ മാത്രം. അപ്പോൾ അവരൊക്കെ വന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടന് ഒരുപാട് നാളുകളായി എൻ്റെ അടുത്ത് ചെടി വാങ്ങാനൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ വന്ന് വീഡിയോ എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ മോൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ ചെല്ലാമെന്ന് കരുതി അങ്ങനെ പോയെടുക്കാമെന്ന് കരുതിയിട്ടൊക്കെ ആണ് ഇത്രയും വൈകിയത്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് പോയെടുക്കാനായിട്ട്. അപ്പോൾ ചെന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഒരുപാട് നമ്മൾ പൈസ നമ്മൾ മുടക്കുന്നുണ്ട് വീടിന് വേണ്ടിയിട്ടാണെങ്കിലും. അതുമാത്രമല്ല, അതിൽ ഒരു ഗാർഡനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പൈസയൊക്കെ മുടക്കുന്നുണ്ടല്ലേ. പക്ഷേ അതിൽ എത്ര പേര് ഇതുപോലെയുള്ള ഒരുപാട് പേര് അതിനായിട്ട് ഒരുപാട് പൈസയൊന്നും മുടക്കാതെ നമ്മളുടെ അധ്വാനം കൊണ്ട് തന്നെ, നമ്മളുടെ കൊച്ചു വീട്ടുമുറ്റത്ത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു അധ്വാനം കൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കലാസൃഷ്ടിനെ നമ്മളുടെ ഉള്ളിൽ തന്നെ, എല്ലാവരുടെയും ഉള്ളിൽ, പ്ലാന്റ്സിനെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ഇങ്ങനൊരിത്. അപ്പോൾ ആ ഒരു ഇത് അതിന് ഒരുപാട് കാശ് കൊടുത്തത് ഇതാക്കി വെക്കാതെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ പുറത്തെടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നാടൻ ചെടികളുമൊക്കെ വെച്ച് ഇതുപോലൊരു ഗാർഡനൊക്കെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം കാണുമ്പോൾ നമുക്കും ഒരു സംതൃപ്തിയാണ്. കാരണം ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണ കാണുമ്പോൾ നമുക്കും എല്ലാ ദിവസവും രാവിലെ അത് വന്നൊന്ന് കാണുമ്പോൾ നമുക്കൊരു സ്വയം ഒരു സന്തോഷം, സംതൃപ്തിയൊക്കെ തോന്നും. നമ്മളിങ്ങനെ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന, നമുക്കായിട്ട് നമ്മൾ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ്. പൂച്ചെടികളല്ല കേട്ടോ ഇതിൽ കൂടുതലും, ഈ ചേട്ടൻ്റെ കൂടുതലുള്ളത് ഇലച്ചെടികളാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയത് ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. പിന്നെ അതുമാത്രമല്ല, അഗ്ലോണിമാസിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട്. ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ കളേഴ്സിലും ഒരേ മോഡൽ തന്നെയാണെങ്കിലും അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ക്രോട്ടൺ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ, ഈ ഇലച്ചെടികളുടെയും ഈ ക്രോട്ടൺ പ്ലാന്റ്സും ഒക്കെ നല്ല വെയിലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഞാനും ഇത് ഷൂട്ട് ചെയ്യാൻ ചെന്നത് നല്ല വെയിലുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണും പെട്ടെന്ന് ചൂടായി. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ വീഡിയോ എടുക്കാതിരുന്നു. ഫോൺ തണുത്തതിന് ശേഷമൊക്കെയാണ് പിന്നെ വീഡിയോ എടുത്തത്. അത്ര ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് രാവിലെയോ അല്ലെങ്കിൽ കുറച്ച് വൈകുന്നേരത്തെ ഒരു ചൂട് ആറി നിൽക്കുന്ന ഒരു ടൈമിലാണ് ചെന്നതെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും നല്ല ഫ്രഷായിട്ട് എടുക്കാൻ പറ്റിയാനെ. കാരണം പ്ലാന്റ്സൊക്കെ ഞാൻ ചെന്ന സമയത്ത് വെയിൽ കൊണ്ട് ബാൾസം ചെടികളൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ തളന്നൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്ര വെയിലാണ്, താങ്ങാൻ പറ്റാത്ത വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കുറേയൊക്കെ തളർന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയത്, ഈ നമുക്ക് ചീരയൊക്കെ നടാനായിട്ട് അത്യാവശ്യം നല്ല വെയിൽ വേണമല്ലോ. നല്ല വെയിലുണ്ടെങ്കിലാണ് നമുക്ക് ചീരയൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഇലച്ചെടികളുടെയൊക്കെ ഇപ്പോൾ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ പൂച്ചെടികളുടെയും ഇലച്ചെടികളുടെയും കൂടെ ഒപ്പം തന്നെ പച്ചക്കറികളും നട്ടിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. വേപ്പില, ചീര, ചുവന്ന ചീരയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ ചെടികളുടെ എല്ലാത്തിൻ്റെയും ഇടയിലൊക്കെ ചീരച്ചെടികളും, നമുക്ക് കറി വെച്ച് കഴിക്കുന്ന ചീരയാണ് കേട്ടോ. ആ ചീരച്ചെടിയല്ല, മീൻസ് നമുക്ക് കറി വയ്ക്കുന്ന ചീരയും അല്ലാതെ ചീരച്ചെടിയായിട്ടുള്ളതും
അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറയുന്ന പോലെ നമ്മൾ പച്ചക്കറികൾ അതിൻ്റെ ഇടയിൽ കൂടി വെച്ച് കൊടുത്താൽ നമുക്ക് എന്താ പറയുക, ഉദ്യാനവുമായി, പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ കാണുന്നതൊക്കെ അഗ്ലോണിമയുടെ വെറൈറ്റി പ്ലാന്റ്സ് ആണ്. പിന്നെ ആ ചേട്ടൻ കുറച്ച് എന്താ പറയുക, അടുക്കള ഭാഗത്തോട്ടുള്ള ആ വശത്ത് കൂടുതലും നട്ടുപിടിപ്പിച്ചേക്കണത് അവിടെ കുരുമുളക് അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ട്. കുരുമുളക്, ചീര, അങ്ങനെയുള്ളതൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ഭാഗത്ത് തന്നെ ആയിട്ടാണ്. അധികം വെയിൽ കിട്ടാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതായത് അഗ്ലോണിമ വെറൈറ്റീസ്, പിന്നെ അതേപോലുള്ള വെയിൽ കൊള്ളാനായിട്ട് അധികം വെയിൽ വേണ്ടാത്ത ചെടികൾ ഒക്കെ ആ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ അത്യാവശ്യം വെയിൽ കുറവുള്ള സ്ഥലമാണ്. പിന്നെ ക്രോട്ടൺ പ്ലാന്റ്സിൽ എനിക്ക് കുറച്ച് നല്ല എന്താ പറയുക, ഞാനതുവരെ കാണാത്ത രീതിയിലുള്ള വെറൈറ്റീസൊക്കെയും എനിക്ക് കാണാൻ പറ്റി കേട്ടോ. നല്ല നല്ല വെറൈറ്റി, ഒരുപാട് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി കളക്ഷൻസൊക്കെ എനിക്ക് തോന്നി. പിന്നെ ചേട്ടന് അത് സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോട്ടൺ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാൻ ഇതുവരെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ. ചേട്ടനോട് ചോദിച്ചത്, ഞാൻ ചോദിച്ചു ഫ്ലവറിങ് പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് ക്രോട്ടൺ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ കണ്ട നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ചെറുതായിട്ട് ചെടികളൊക്കെ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ചേട്ടൻ ഇത് കൊടുക്കാനായിട്ടും താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ റയറായിട്ടും വെറൈറ്റി ആയിട്ടും തോന്നുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ചെത്തിയുടെ ചെറിയ ആ ഒരു മിനിയേച്ചർ ചെത്തിയുടെ കുറച്ച് പ്ലാന്റ്സൊക്കെ റൂട്ട് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വെറൈറ്റി പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളുടെ അടുത്ത് അറിയിച്ചാൽ ആ ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മൾ റൂട്ട് പിടിപ്പിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുണ്ട്, അതുപോലെ റൂട്ട് പിടിപ്പിച്ച് കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളും ചിലപ്പോഴൊക്കെ പ്ലാന്റ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് ചേട്ടൻ കൊണ്ടുവന്ന് തരും, അപ്പോൾ ഞാനും അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അയച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേര് പിടിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന കാറ്റലോഗിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതുപോലെയൊക്കെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് എനിക്ക് കാണാം. ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള എനിക്ക് തോന്നിയത് ക്രോട്ടൺ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഒരുപാട് വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സ് അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു പൂച്ചെടികൾ ഒരുപാട് കളേഴ്സിലുള്ള പൂക്കൾ തരുമ്പോൾ ഈ ഇലച്ചെടികൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു കളർ വെറൈറ്റീസ് കൊണ്ടാണ് നമുക്ക് ശരിക്കും പൂ വിരിഞ്ഞ് നിൽക്കുന്നത്. ഞാൻ ആ ഫ്രണ്ടിലത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എന്താ പറയുക, അത്തപ്പൂക്കളം ഇട്ട് വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും നല്ല ഭംഗിയിൽ ചെടികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അഗ്ലോണിമാസിൻ്റെ വെറൈറ്റീസൊക്കെ ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അഗ്ലോണിമാസ് തന്നെയാണ്. ഇതൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ചിലതൊക്കെ ചെറിയ ചെടികൾ തന്നെയാണ്, എന്നാലും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഒരു 40ഓളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് പിന്നെ ഓർക്കിഡ് വെറൈറ്റീസൊക്കെ നട്ടേക്കുന്നത് സ്വന്തമായിട്ട് എന്താ പറയുക, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കമ്പി, അതുപോലെ തന്നെ ബക്കറ്റിൻ്റെയൊക്കെ മൂടി, അതൊക്കെ എന്താ പറയുക റീയൂസ് ചെയ്തിട്ട് ആ ഒരു ഓർക്കിഡൊക്കെ നടാനുള്ളൊരു പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ അതിനുള്ളിൽ മണ്ണല്ല, ചെങ്കല്ലിൻ്റെ കല്ലുകളും പിന്നെ ചകിരിയുടെ തൊണ്ട് ഒക്കെ വെച്ചിട്ടാണ് അതിൽ ഓർക്കിഡൊക്കെ നട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എപ്പീഷ്യയുടെ വെറൈറ്റീസ്, സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് ക്രോട്ടൺ പ്ലാന്റ്സും പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സും ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കുരുമുളക്, പുളി, മാവൊക്കെ മുറ്റത്ത്, മാവ് പൊക്കം കുറഞ്ഞ നിറച്ച് മാങ്ങകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന മാവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. എനിക്കും ഒരുപാട് ഇഷ്ടമായി. എനിക്കും എന്താ പറയുക, നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും അതിൽ സാധാരണ നോർമലായിട്ടുള്ള നമ്മുടെ നാടൻ ചെടികളാണെങ്കിൽ പോലും നമ്മൾക്കൊന്ന് ശ്രമിച്ചാൽ നമ്മളുടെ മുറ്റം എത്രയും ഭംഗിയാക്കി വെക്കാമോ അത്രയും ഭംഗിയാക്കി നമുക്ക് തന്നെ ഒരു പൈസ ചിലവില്ലാതെ, അതായത് നമ്മൾക്ക് കിട്ടുന്ന ഒരു ടൈം നമ്മളതൊരു ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയാൽ എല്ലാ ദിവസവും നമുക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മളുടെ വീട്ടുമുറ്റം തന്നെ മതിയാകും എന്നാണ് എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ.
അത്രയും നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശംഖുപുഷ്പം ഇത് നീല നാടൻ ശംഖുപുഷ്പമാണ് ഈ കാണുന്നത് കേട്ടോ. ഓർക്കിഡിൻ്റെ സെറ്റിങ്സാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ചേട്ടൻ്റെ ഗാർഡനും നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ആർക്കെങ്കിലും ഈ വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നേരത്തെ പറയുക, റൂട്ട് പിടിപ്പിച്ച് നമ്മൾ തരും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.